ഹലോ, നല്ല നമസ്കാരം. റിവോൾവർ റീത്ത, കീർത്തി സുരേഷും രാധിക ശരത് കുമാറും അഭിനയിച്ച സിനിമ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കീർത്തി അല്ലെങ്കിൽ റീത്ത എന്ന കഥാപാത്രം. അവരുടെ വീട്ടിൽ ജന്മദിന പാർട്ടി നടക്കുകയാണ്. മദ്യപാനിയായ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു വലിയ ഗുണ്ടാ തലവൻ അബദ്ധത്തിൽ അവരുടെ വീട്ടിൽ പ്രവേശിക്കുകയാണ്. തുടർന്ന് അവിടെ വച്ച് ആ ഗുണ്ട മരിക്കുകയാണ്. ഈ മൃതദേഹം ഒളിപ്പിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. ആ കുടുംബം ബോഡിയെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പദ്ധതിയിടുകയും കാണാതായ ആ മനുഷ്യനെ തേടി അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഗാങ്സ്റ്റർ ആയിട്ടുള്ള ആൾക്കാർ വരികയാണ്. അപ്പോൾ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കീർത്തിയുടെ കുടുംബവും സുനിലാണ് തേടി വരുന്നത്. സുനിലിൻ്റെ മുമ്പിൽ ഇവർ എത്തിപ്പെടുമോ അതല്ലെങ്കിൽ രക്ഷപ്പെടുമോ, അവർ ഈ രക്ഷപ്പെടാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ പ്രമേയം. അഭിനേതാക്കളായിട്ടുള്ള കീർത്തി സുരേഷ്, രാധിക ശരത് കുമാർ, അതോടൊപ്പം തന്നെ സൂപ്പറായി സുനിൽ, പിന്നെ ജോൺ വിജയ്, കല്യാൺ മാസ്റ്റർ, പിന്നെ ഒരു സുരേഷ് ചക്രവർത്തി, പിന്നെ അഗസ്റ്റിൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാം തന്നെ ഇവരുടെ കഥാപാത്രങ്ങളെ വളരെ ഗംഭീരമാക്കാൻ പരമാവധി അവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ, ചിത്രത്തിൻ്റെ ആ ഒരു ജോണറിന് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല തിരക്കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കീർത്തി സുരേഷിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, റീത്ത എന്ന് പറയുന്ന കഥാപാത്രം, വളരെ മികച്ച ഒരു കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ഓവർ ആക്ടിങ്ങും പിന്നെ ആ കഥാപാത്രത്തിനുള്ള ആ ഒരു യോജിച്ച രീതിയിലുള്ള ആ ഒരു ഓവർ ആക്ടിങ്ങും ആ ഡയലോഗ് ഡെലിവറിയും പിന്നെ ചില ആക്ഷൻ ബ്ലോക്കുകളൊക്കെ മികച്ചതായിട്ട് തന്നെയാണ് എനിക്ക് കീർത്തിയുടെ പെർഫോമൻസ് കണ്ടിട്ട് തോന്നിയത്. പിന്നെ സുനിലിനോട് സംസാരിക്കുന്ന ഒരൊറ്റ ഫ്രെയിമിനകത്തുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സംഭാഷണമുണ്ട്, അത് കിടിലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ രാധിക ശരത് കുമാർ, രാധിക ഇടയ്ക്കൊക്കെ കയറി സ്കോർ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ സർപ്രൈസ് ആയിട്ടുള്ള ചില നിമിഷങ്ങളിൽ നല്ല പ്രകടനം തന്നെയാണ് രാധിക കാഴ്ചവെച്ചത്. പിന്നെ കീർത്തിയുമായിട്ടുള്ള ആ ഒരു കോംബോ, അമ്മയും മകളും തമ്മിലുള്ള ഒരു കോംബോ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സുനിലിൻ്റെ കഥാപാത്രവും നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ട്വിസ്റ്റുകൾ ചിലതൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ഇൻ്റർവെല്ലിൽ ട്വിസ്റ്റ് മുതൽ ക്ലൈമാക്സ് വരെ ഉള്ള ആ ഒരു ഇതിനെ നന്നായിട്ട് എൻഗേജ്ഡ് ആക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മേക്കിംഗ്, എഡിറ്റിങ്ങും അങ്ങനെയുള്ള കുറേ ചില സാങ്കേതിക മേന്മകളും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഡാർക്ക് കോമഡി ആണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഘടകങ്ങൾ പറയുമ്പോൾ ആദ്യ പകുതി ഉണ്ടല്ലോ, ആ പാർട്ടിയും അതിൻ്റെ സംഭവങ്ങളും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും ഒക്കെ അതൊക്കെ ഉൾപ്പെടുത്തി വളരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിച്ചു. പക്ഷെ രണ്ടാം പകുതി ഉണ്ടല്ലോ, അമിതമായിട്ടുള്ള കുറേ ട്വിസ്റ്റുകളും ടേണും പിന്നെ കുറേ പുതിയ കഥാപാത്രങ്ങളൊക്കെ വന്നപ്പോഴല്ലോ ഒരുപാട് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ചില കോമഡിയൊക്കെ ഉണ്ടല്ലോ ഒട്ടും വർക്കൗട്ടായില്ല. ചില കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന രീതിയും അതിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയും, പിന്നെ ഇവിടെ ഈ ഒരു ഭയമാണല്ലോ, എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഡാർക്കിൻ്റെ ഒരു ഷെയ്ഡാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ചില സ്ഥലങ്ങളിൽ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് 2 മണിക്കൂർ 20 മിനിറ്റുമാണ്. ഈ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ സിനിമ ഒരു 3 മണിക്കൂറുള്ളതായിട്ടാണ് പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്കും ലാഗ്, അങ്ങനെ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ സംഗീതവും അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എനിക്കത്ര ഒരു നിലവാരമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രകടനം എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവതരണത്തിലെ ചില പ്രശ്നങ്ങൾ കാരണമുള്ള ചിത്രത്തെ ഒരു ശരാശരി നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയോ എന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. മൊത്തത്തിലൊരു മികച്ച ത്രില്ലർ എൻ്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശ തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് വർക്കൗട്ടാവും, പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് വിലയിരുത്താൻ തോന്നുന്നത്. ഡാർക്ക് കോമഡി മാത്രമാണ് അല്പമെങ്കിലും ചില സ്ഥലങ്ങളിൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. പിന്നെ
ഇത് ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ചിലർക്കൊക്കെ വർക്കാവും, ചിലർക്ക് വർക്കാവില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.